ലേഖ, സത്യം തോറ്റു, ജനങ്ങൾ തോറ്റു. പക്ഷെ ഞാൻ തോക്കില്ല, ഒരിക്കലും തോക്കില്ല. എന്റെ ഭഗവാനെ, ഇതുങ്ങൾ രണ്ടും എപ്പ വന്ന് കിടന്നു? അശ്രീകരം. അങ്ങോട്ട് എഴുന്നേറ്റ്, എഴുന്നേക്കാൻ നേരെ വളർന്നു. മണി എത്രയായി? ഇന്ന് കവാത്തുള്ള ദിവസം. ചേട്ടൻ ഇന്ന് കവാത്തിന് പോണ്ട, ഞാൻ അവധി തന്നിരിക്കുന്നു. നമ്മൾ ആരാ അവധി കൊടുക്കാൻ? ആരാണെന്നോ? നീരേറ്റുപുരം നാരായണൻകുട്ടിയെ പറ്റി നിനക്കെന്തറിയാം? സ്ഥലത്തെ പ്രധാന നേതാവ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൂടി ചേട്ടാ. ആഭ്യന്തരമന്ത്രി തോക്കാണെങ്കിൽ നാരായണൻകുട്ടി അതിന്റെ കാഞ്ചിയാ. ആ കാഞ്ചി അയാളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ട്. നിങ്ങൾ മര്യാദയ്ക്ക് എഴുന്നിട്ട് കുളിച്ചിട്ട് കവാത്തിന് പോകാൻ നോക്ക്. പെൻഷൻ ആകുന്നതിന് മുമ്പേ ഒരു പെങ്കൊച്ചുള്ളതിനെ കൂടെ പറഞ്ഞയക്കേണ്ടതാ. എന്തിനാ ചേച്ചി പെൻഷനും കല്യാണവും കൂടെ കൂട്ടിക്കൊഴിക്കുന്നത്? പെണ്ണിനെ ഞാൻ ഏറ്റു. ഏറ്റെന്ന് പറഞ്ഞാൽ നാരായണൻകുട്ടി അവളെ കെട്ടുവന്ന് തന്നെ. അപ്പൊ അതിനുവേണ്ടിയാണോ ഈ തുണയ്ക്ക് വിളിച്ചോണ്ട് വന്ന് കിടത്തിയത്? കല്യാണം കഴിയാതെ അകത്ത് കിടക്കുന്നത് ശരിയാണോ ചേച്ചി? നിങ്ങൾ സമ്മതിച്ചാലും ജനം സമ്മതിക്കുവോ? ഇങ്ങോട്ട് നോക്കിയേ. അപ്പൊ നാരായണൻകുട്ടിക്ക് പെണ്ണ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചോ? ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. തലയിലെടുത്ത് നേരെയാണെങ്കിൽ അടുത്ത വർഷം മന്ത്രിയാ. മന്ത്രിയാകാൻ തലയിലൊന്നും വേണ്ട. ഞാൻ ഇലക്ഷന് നിൽക്കും, MLA ആവും, മന്ത്രിയാവും. എന്നാൽ അത് കഴിഞ്ഞിട്ട് മതി കല്യാണാലോചന. എന്നാ ഇത്തവണ തന്നെ ഞാൻ നിൽക്കും. തൽക്കാലം ഗേറ്റിന് വെളിയിൽ നിന്നാ മതി. പോയാട്ടെ. എവിടെന്ന് കിട്ടിയേട്ടാ ഈ പുള്ളിനെ? എന്ത് പറയാനാ, ഒരു കള്ളന്റെ വീട്ടിൽ തൊണ്ടിയെടുക്കാൻ ചെന്നപ്പോ എന്റെ ഗതികേടിന് ഞാൻ ചൂണ്ടിക്കൊണ്ട് പോന്നതാ. സർവ്വ എടപ്പാളത്തിനും അവൻ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പോരാത്തത് ചേട്ടനും പഠിപ്പിച്ചു കാണും. വന്നു ചേർന്ന് എടപ്പാളികളെ ആക്ഷേപിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പൊ അത് എന്നെ ആക്ഷേപിച്ചു തുടങ്ങിയിരിക്കുന്നു. എനിക്ക് തന്തയ്ക്ക് വിളിക്കാനേ നേരമുള്ളൂ. എന്നാ ഞാനും കൂടി ഒന്ന് വിളിച്ചേക്കാം. എടപ്പാളി, സുരേഷ്, ബാലഗംഗാധരൻ വീണ്ടും രക്ഷപ്പെട്ടു ഇല്ലേ? പണവും സ്വാധീനവും ഉള്ളവർ എന്ത് തെറ്റ് ചെയ്താലും അവരെ താങ്ങി നിർത്താൻ ഇന്നത്തെ സർക്കാരും ഉദ്യോഗസ്ഥന്മാരും കാണും. ഈ വ്യവസ്ഥിതി ഒന്ന് പൊളിച്ചെഴുതിയാലേ ഇവിടുത്തെ സാധാരണക്കാരന് സ്വൈര്യമായി ജീവിക്കാനാവും. ഇതെന്റെ 3ാമത്തെ കത്താണ്. ഇനി ഞാൻ ആരാണെന്ന് പറയാം.
ചേട്ടൻ എവിടെ പോന്നു? വന്നിട്ട് പറയാം. ഒന്നല്ലേ ഉള്ളൂ, ഇതുകൂടി ഇരിക്കട്ടെ. നീ ഇവിടെ നിന്നു.